ഇപ്പോൾ എം.എസ്. അനീഷ് കുമാർ കൂടി ചേരുന്നു കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ നിന്ന്. അനീഷ്, ഈ ഹെലികോപ്റ്ററിൽ വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി ദുരന്തബാധിത പ്രദേശങ്ങൾ വ്യോമ നിരീക്ഷണം നടത്തിയതിനു ശേഷം അദ്ദേഹം കൽപ്പറ്റയിൽ എത്തും. അതും റോഡ് മാർഗമാണ് അദ്ദേഹം കൽപ്പറ്റയിലേക്ക് എത്തുക. അവിടെ നിന്നാണ് അദ്ദേഹം റോഡ് മാർഗം ചൂരൽമലയിലേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ചൂരൽമലയിൽ നിന്ന് അദ്ദേഹം ബെയിലി പാലത്തിലൂടെ നടന്നു പോകുന്ന പ്രധാനമന്ത്രി വിവിധ രക്ഷാസേനകളെ അഭിനന്ദിക്കും. ശേഷം ചികിത്സയിൽ കഴിയുന്ന ക്യാമ്പുകളിലും അദ്ദേഹം ആശുപത്രിയിലും അദ്ദേഹം എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. കൽപ്പറ്റയിൽ അദ്ദേഹം റോഡ് മാർഗം എത്തുന്നതോടുകൂടി തന്നെ വലിയ സുരക്ഷയിലായിരിക്കും കൽപ്പറ്റ നഗരം പൂർണ്ണമായും. ഏറ്റവും പ്രധാനമായി താമരശ്ശേരി ചുരത്തിൽ നിന്ന് അങ്ങോട്ട് ആളുകളെ കയറ്റിവിടുന്നില്ല. അവിടെ അടക്കം വലിയ ഗതാഗത നിയന്ത്രണമുണ്ട്. എന്താണ് കൽപ്പറ്റയിലെ നിലവിലെ സാഹചര്യം? വലിയ സുരക്ഷയിൽ തന്നെ ആയിരിക്കുമല്ലോ പൂർണ്ണമായും കൽപ്പറ്റ, അല്ലെ? തീർച്ചയായും സിവിൽ സ്റ്റേഷനും പരിസര പ്രദേശങ്ങളും ഇപ്പോൾ പോലീസിന്റെ ഒരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാം. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് കളക്ടറേറ്റിലെ ജീവനക്കാരെ അടക്കം അകത്തേക്ക് കടത്തിവിടുന്നത്. നേരത്തെ തന്നെ പ്രത്യേക പാസ് SPG കാർ നൽകിയിരുന്നു. ആ പാസുകൾ ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ അകത്തേക്ക് പോകാൻ കഴിയുന്നത്. ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് അകത്തേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അദ്ദേഹം സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ദുരന്തഭൂമിയിൽ നിന്നും മടങ്ങിയ ശേഷം ഈ വയനാട് സിവിൽ സ്റ്റേഷനിൽ എത്തിയാവും റിവ്യൂ മീറ്റിംഗിൽ ഒരു അവലോകന യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. മന്ത്രിമാരും കളക്ടറും അടക്കമുള്ള ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ ആ സമയം സിവിൽ സ്റ്റേഷനിൽ ഉണ്ടാവും. അവർ ഇതുവരെ നടന്ന രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും എന്താണ് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൽ കൂടി കേരളത്തിന് നഷ്ടമായതെന്നും ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നുമൊക്കെയുള്ള സംസ്ഥാന സർക്കാരിന്റെ കുറിപ്പ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാട് പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെക്കും. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്തം കഴിഞ്ഞു, രക്ഷാപ്രവർത്തനവും ആളുകളുടെ മൃതശരീരങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള തെരച്ചിലുമൊക്കെ നടന്നു. ഇനി പുനരധിവാസം എന്ന ഏറ്റവും പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് ഈ ദുരന്തത്തിന്റെ ഇരയായവർ കടന്നു പോകേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിൽ ഏറ്റവും സുപ്രധാനമായ ദിനമാണ് ഇന്നത്തെ ദിനം, പ്രധാനമന്ത്രിയുടെ സന്ദർശന ദിനമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ പ്രാഥമികമായുള്ള പുനരധിവാസ പാക്കേജിന് ഉതകുന്ന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കേരളത്തിനെ കൊണ്ട് മാത്രം താങ്ങാൻ കഴിയുന്ന ഒരു ബജറ്റല്ല. അതുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് കേന്ദ്രത്തിൽ നിന്നും അനുവദിക്കുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് വലിയ ഗുണകരമാവും. ഒപ്പം ദുരന്തത്തിനിരയായ ആളുകൾക്ക് വലിയ കൈത്താങ്ങാവുകയും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത കാലത്ത് ഉത്തരാഖണ്ഡ് അടക്കമുള്ള ഇടങ്ങളിൽ മേഘവിസ്ഫോടനത്തിലൂടെ വലിയ നാശനഷ്ടം ഉണ്ടായപ്പോൾ 10,000 കോടിയിലധികം രൂപയാണ് അത്തരം ഇടങ്ങളിൽ കേന്ദ്രം സഹായമായി നൽകിയത്. അത്തരത്തിലുള്ള ഒരു പ്രത്യേക പരിഗണന ഇത്തവണ കേരളത്തിനും കൂടി ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കും എന്നും പറയുന്നു. നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. ഉരുൾപൊട്ടൽ നടന്ന ഇടങ്ങളിൽ പോയി ഉദ്യോഗസ്ഥരുമായൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായി വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ഇതിനെ തുടർന്നുള്ള ഒരു റിപ്പോർട്ട് അദ്ദേഹം കേന്ദ്രത്തിൽ നൽകുകയും ചെയ്തു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അപകടത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ഇവിടെ തമ്പടിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അദ്ദേഹം ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്നലെ കേന്ദ്ര തലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം ഈ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അത്തരത്തിൽ അവരും ആ സംഘവും റിപ്പോർട്ട് നൽകുന്നുണ്ട്. അത്തരത്തിൽ 3 തരത്തിലുള്ള റിപ്പോർട്ടുകൾ കേന്ദ്രത്തിൻ്റെതായി മാത്രം പ്രധാനമന്ത്രിക്ക് മുമ്പിലെത്തിയിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാർ ഓരോ ഘട്ടങ്ങളിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഈ PMOയ്ക്ക് കൈമാറുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കൂടി പരിഗണിക്കുമ്പോൾ ഒരു അടിയന്തരമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. മന്ത്രി പ്രകടിപ്പിച്ചത്. അല്പസമയത്തിനകം മന്ത്രി രാജൻ, റവന്യൂ മന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്യും. അദ്ദേഹം അടക്കവും വലിയ പ്രതീക്ഷയാണ് ഈ സന്ദർശനത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം വലിയ ദുരന്തമാണ് ഉണ്ടായത്. ജീവൻ മാത്രം നഷ്ടപ്പെട്ടതല്ല, വീടുകൾ നഷ്ടപ്പെട്ടത് മാത്രമല്ല, അവശേഷിക്കുന്ന ആളുകളുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു വലിയ ചോദ്യമാണ് സർക്കാരുകൾക്ക് മുന്നിൽ അവശേഷിക്കുന്നത്. അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം ഈ ജനങ്ങൾക്ക് കൈത്താങ്ങായി മാറും എന്ന ഒരു ഉറപ്പ് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമോ അതോ ഇവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തിയ ശേഷം വരും ദിനങ്ങളിൽ ഡൽഹിയിലെത്തിയ ശേഷമാകുമോ ഒരു പ്രഖ്യാപനം നടത്തുക എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം അങ്ങേയറ്റം ആശ്വാസം പകരുന്ന ഒരു നടപടി തന്നെയായാണ് എല്ലാ കോണുകളിൽ നിന്നും വിലയിരുത്തപ്പെടുന്നത്. ഭവ്യ.